ഓപ്പൺ മെഡ് സ്കൂളിലേക്ക് സ്വാഗതം. ഇന്നത്തെ വിഷയം നമുക്കറിയാം, നമ്മുടെ മസ്തിഷ്കത്തിന് രണ്ട് ഭാഗങ്ങളുണ്ട്, വലതുവശവും ഇടതുവശവും. മസ്തിഷ്കത്തിൻ്റെ ഒരു മോഡലാണിത്. നമുക്ക് കണ്ടു കഴിഞ്ഞാൽ ഇത് ഒരു ഹാഫാണ്, ഇതുപോലൊരു ഹാഫ് ഈ വശത്താണ്. ഇങ്ങനെ ചേർന്ന് ആണ് നമ്മുടെ തലച്ചോറ് അഥവാ മസ്തിഷ്കം. ഇത് നമ്മുടെ തലയോട്ടിയാണ്. ഈ തലയോട്ടിയുടെ നടുഭാഗത്ത് ഒരു വശത്ത് ഒരു ഹാഫ്, റൈറ്റ് ഹാഫും ഇപ്പുറത്തെ ലെഫ്റ്റ് ഹാഫും, അങ്ങനെ ഇടതുവശം വലതുവശം എന്ന രീതിയിലാണ് നമ്മുടെ തലച്ചോറ് മസ്തിഷ്കം. ഇപ്പം ചിലർ പറയാറുണ്ട്, എൻ്റെ ബ്രെയിൻ്റെ ഇടതുഭാഗമാണ് കൂടുതൽ വർക്ക് ചെയ്യുന്നത്, അതിനാൽ ഞാനൊരു മാത്സിൽ വളരെ നല്ലതാണ്. ചിലർ പറയും ഞാനൊരു ആർട്ടിസ്റ്റാണ്, അതിന് കാരണം എൻ്റെ വലത് ബ്രെയിനാണ് വർക്ക് ചെയ്യുന്നത്. ഇതിൻ്റെ സത്യം എന്താണ്, മിഥ്യ എന്താണ് എന്ന് നോക്കാം. ആദ്യമായിട്ട് ഇതെന്താണ് ഇങ്ങനെ ഒരു ഐഡിയ വരാനുള്ള കാരണം? 1960കളിൽ റോജർ സ്പെറി എന്ന ന്യൂറോ സയൻറ്റിസ്റ്റ് ഈ തലച്ചോറിനെ രണ്ടായിട്ട് കണക്ട് ചെയ്യുന്നൊരു പോർഷൻ ഉണ്ട്, ഇവിടെ നമുക്ക് കാണാം. അതിന് പേരാണ് കോർപ്പസ് കലോസം. ഈ കോർപ്പസ് കലോസം മുറിച്ച് കളഞ്ഞ ആൾക്കാർക്ക്, അതായത് ബ്രെയിൻ അവിടെ ഇരിപ്പുണ്ട്, പക്ഷേ ഈ ബ്രെയിനിൻ്റെ രണ്ട് അർത്ഥഭാഗങ്ങളെ കണക്ട് ചെയ്യുന്ന കോർപ്പസ് കലോസം സ്പ്ലിറ്റ് ചെയ്ത് മുറിച്ച് കളഞ്ഞ ആൾക്കാരുടെ പഠനത്തിൽ നിന്ന് മനസ്സിലായി, ഈ ബ്രെയിന് രണ്ട് ഭാഗങ്ങളും വ്യത്യസ്ത രീതിയിലാണ് ഫങ്ഷൻ ചെയ്യുന്നത്. അതിൽ ഒരു കാര്യം ശ്രദ്ധിച്ചിരിക്കുന്നത്, നമ്മുടെ സംസാരം, അതായത് സ്പീച്ച് തലച്ചോറിൻ്റെ ഇടത് ഭാഗത്താണ്. അത് നമ്മൾ പല ശാസ്ത്രീയ പഠനങ്ങളിലും, പിന്നെ നമുക്ക് സ്ട്രോക്ക്, പക്ഷാഘാതം വരുമ്പോൾ ഇടതുവശത്ത് ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ ആളിൻ്റെ സംസാരം നഷ്ടപ്പെടും. അപ്പം അതുകൊണ്ട് പലപ്പോഴും നമ്മൾ പറയും ഇടതുവശത്തെ ബ്രെയിനാണ് ഡോമിനൻ്റ് ആയിട്ടുള്ള ബ്രെയിൻ. എന്നാൽ പലപ്പോഴും ഇമാജിനേഷനും ക്രിയേറ്റിവിറ്റിയും വലതുവശത്തെ ബ്രെയിനിലാണ്. ഇതാണ് നമ്മളിങ്ങനെ രണ്ട് തരത്തിലുള്ള ബ്രെയിൻ, ഇടതുവശത്തെ ബ്രെയിൻ വർക്ക് ചെയ്യുന്നവരും വലതുവശത്തെ ബ്രെയിൻ വർക്ക് ചെയ്യുന്നവരും എന്ന രീതിയിൽ ആൾക്കാരെ ഡിവൈഡ് ചെയ്യുന്ന ഉണ്ടാകാനുള്ളൊരു കാരണം. പക്ഷെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്, ഈ ബ്രെയിനിൻ്റെ രണ്ട് ഹാഫ് ഒരു ഡാൻസിലെ പാർട്ട്നേഴ്സിനെ പോലെയാണ്. രണ്ടുപേരും ഒന്നിച്ച് വർക്ക് ചെയ്താൽ മാത്രമേ ഡാൻസ് നമുക്ക് ഭംഗിയായി തോന്നുകയുള്ളൂ. അപ്പം എന്നാൽ കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് ഭാഗത്തിനും വ്യത്യസ്തമായ പ്രവർത്തനങ്ങളാണ്, ഡാൻസിലെ രണ്ട് വ്യക്തികളെ പോലെ തന്നെ. ഇടതുവശത്തെ ബ്രെയിൻ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ലാംഗ്വേജ്, അതായത് ഭാഷ, നമ്പറുകൾ മുതലായവ ഇടതുവശത്തെ ബ്രെയിനാണ് കൺട്രോൾ ചെയ്യുന്നത്. പിന്നെ കലാവാസന, പാട്ടുകൾ, ഇമാജിനേഷൻ, ഇതിനെല്ലാം വലതുവശത്തെ ബ്രെയിനാണ് കൂടുതൽ ഫങ്ഷൻ. അപ്പം ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഇൻറ്റ്യൂഷൻസ്, ഇപ്പം നമുക്കൊരു പറയില്ല ഗട്ട് ഫീലിംഗ്, ഇത് റൈറ്റ് ബ്രെയിൻ്റെ ഫങ്ഷനാണ്. എന്നാൽ ഒരു കാര്യം ലോജിക്കലായിട്ട് തിങ്ക് ചെയ്യുക, ഒരു ഭാഷാപരമായിട്ടുള്ള നൈപുണ്യം, ഇതെല്ലാം ഇടതുവശത്തെ ബ്രെയിനാണ് കൺട്രോൾ ചെയ്യുന്നത്. എന്നാൽ നമുക്ക് ഈ രണ്ട് ബ്രെയിനും തമ്മിൽ, രണ്ട് ഹാഫുകൾ തമ്മിൽ കൃത്യമായ ഇടപെടലുകൾ എപ്പോഴും ഈ കോർപ്പസ് കലോസം എന്ന ഭാഗത്തു കൂടി ഉണ്ട്. ഇപ്പം ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഇടത് ഭാഗം വാക്കുകൾക്കും കണക്കിനും സഹായിക്കുന്നു, വലത് ഭാഗം സംഗീതത്തിനും ഭാവനയ്ക്കും, പക്ഷെ രണ്ടും ഒന്നിച്ചാണ് വർക്ക് ചെയ്യുന്നത്. ഇപ്പം ഉദാഹരണമായി പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു സിനിമ കാണാൻ പോകുന്നു, ആ സിനിമയിലെ ഡയലോഗുകൾ മനസ്സിലാകണമെങ്കിൽ ഇടതുവശത്തെ ബ്രെയിൻ. എന്നാൽ അതിനകത്ത് ഇമോഷൻ, ഒരു പറയുന്ന പഞ്ച് ഡയലോഗ് പറയുന്നു, ആ ഡയലോഗിൻ്റെ ഇമോഷൻ മനസ്സിലാകണമെങ്കിൽ വലതുവശത്തെ ബ്രെയിൻ. ഇതാണ് തമ്മിലുള്ള പ്രധാനപ്പെട്ട വ്യത്യാസങ്ങൾ. അപ്പം നമുക്ക് ഈ രണ്ട് വശത്തെയും ബ്രെയിനിന് വ്യത്യസ്തങ്ങളായ ഫങ്ഷനുണ്ട്, പക്ഷേ ഒന്നിച്ച് വർക്ക് ചെയ്യുമ്പോൾ മാത്രമേ അത് ഫുള്ളായി വരികയുള്ളൂ. ഇപ്പം MRIയും അതുപോലെയുള്ള മറ്റ് സയൻറ്റിഫിക് സ്റ്റഡികളിൽ നമുക്കറിയുന്ന എല്ലാ ടാസ്കുകൾക്കും തന്നെ രണ്ട് വശത്തെയും രണ്ട് ഹെമിസ്ഫിയറും ആവശ്യമാണ്. അപ്പം ഈ ലെഫ്റ്റ് ബ്രെയിനിൻ്റെ ആൾക്കാർ, റൈറ്റ് ബ്രെയിനിൻ്റെ ആൾക്കാർ എന്നുള്ളത് ഒരു കൃത്യമായിട്ട് ശാസ്ത്രീയമായിട്ടുള്ള പറയാൻ സാധിക്കുകയില്ല. അപ്പം ഇന്നത്തെ വിഷയം ഇതായിരുന്നു, ഇടതുവശത്തെ ബ്രെയിൻ്റെയും വലതുവശത്തെ ബ്രെയിൻ്റെയും ഫങ്ഷൻ. ഇടതുവശം
കണക്കിനും ഭാഷയ്ക്കും പ്രാധാന്യമുള്ളതാണ്. വലതുവശത്തെ ബ്രെയിന് ഭാവനയ്ക്കും സംഗീതത്തിനും മറ്റ് ആർട്ടിസ്റ്റിക് ആയിട്ടുള്ള എബിലിറ്റിക്കും. അപ്പം ഈ ഭാഗങ്ങളിൽ പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ, ഉദാഹരണമായിട്ട് അവിടെ അങ്ങോട്ടുള്ള രക്തഓട്ടത്തിന് കുറവ് വന്നു കഴിഞ്ഞാൽ ഈ പ്രത്യേകിച്ചുള്ള ഫങ്ഷനുകൾക്ക് കൂടുതലായിട്ട് ഡാമേജ് വരും. ഈ വിഷയം ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. സ്റ്റേ ട്യൂൺഡ്. താങ്ക് യു.